എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ മാത്രം എത്തുന്നതെന്ന്? കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് നിങ്ങൾ മാത്രം എങ്ങനെ ഈ വീഡിയോയിൽ എത്തിച്ചേർന്നു? ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് വെറുമൊരു യാദൃച്ഛികമല്ല. ഇതൊരു വിളിയാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് അയച്ചുതന്ന ദിവ്യസന്ദേശമാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. പ്രപഞ്ചം വിളിച്ചവർക്ക് മാത്രമേ ഈ സന്ദേശം കാണാനാകൂ. മറ്റുള്ളവരുടെ ആത്മാവ് അതിന് തയ്യാറായിട്ടില്ല. എന്നാൽ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ആത്മാവ് ഉണർന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറക്കുകയാണ്. പേര് പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ആത്മാവിനെയാണ് വിളിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതോടെ നിങ്ങളുടെ ജീവിതത്തിൽ അദൃശ്യമായ ഒരു വാതിൽ തുറന്നു. ഇനി കാര്യങ്ങൾ വേഗത്തിൽ മാറും. തടസ്സപ്പെട്ടതെല്ലാം ഒഴുകാൻ തുടങ്ങും. നിങ്ങൾക്കുള്ളിൽ ഒരു ഊർജമുണ്ട്, ഒരു വെളിച്ചമുണ്ട്. അത് തിരിച്ചറിയാനുള്ള സമയമായി. നിങ്ങളുടെ ആത്മാവ് ഒരുപാട് സഹിച്ചു. ഇനി ഉത്തരങ്ങൾ ലഭിക്കാനുള്ള സമയമാണ്. രാത്രികളിൽ നിങ്ങൾ ആവർത്തിച്ച ചോദ്യങ്ങൾക്കും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കും ഇന്ന് ഉത്തരം ലഭിക്കും. സ്വയമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കാത്തിരുന്ന് തളർന്നിട്ടുണ്ടെങ്കിൽ കേൾക്കൂ. നിങ്ങളെ ഉപേക്ഷിച്ചതല്ല, തയ്യാറാക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്നത് ഒരു ആത്മീയ അൺലോക്കിംഗ് ആണ്. ഈ സൂക്ഷ്മസൂചനകൾ തിരിച്ചറിയാൻ കഴിയുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് നിങ്ങൾ. ഇത് സാധാരണ മാറ്റമല്ല, നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ തന്നെ മാറ്റിമറിക്കും. സന്തോഷം, സമൃദ്ധി, സ്നേഹം എന്നിവ ഇനി നിങ്ങളിലേക്ക് അടുത്തുവരും. വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നതിനു മുൻപ് ചിലത് തകരും. മാറ്റത്തിനു മുൻപുള്ള അസ്വസ്ഥത നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും നടക്കുന്നതെല്ലാം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ആളുകൾ അകലുന്നതും വാതിലുകൾ അടയുന്നതും ബന്ധങ്ങൾ തകരുന്നതുമെല്ലാം പുതിയ ഊർജവും പുതിയ ആളുകളും പുതിയ അവസരങ്ങളും കടന്നുവരാനുള്ള തയ്യാറെടുപ്പാണ്. പേടിക്കേണ്ടതില്ല. ഇതെല്ലാം നിങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാനാണ്. നല്ലത് സംഭവിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം പെട്ടെന്ന് നിലയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ നൽകാൻ പ്രപഞ്ചം നിങ്ങളെ പ്രാപ്തനാക്കുകയായിരിക്കും. പ്രപഞ്ചത്തിന്റെ സന്ദേശങ്ങൾ നേരിട്ടാവില്ല, സൂചനകളിലൂടെയായിരിക്കും. ചിലപ്പോൾ പാട്ടിന്റെ വരികളിലൂടെ, അപരിചിതരുടെ വാക്കുകളിലൂടെ, പഴയ പുസ്തകത്താൾ വഴി, അല്ലെങ്കിൽ ഈ വീഡിയോ പോലുള്ള മാധ്യമത്തിലൂടെ. അതിനാൽ ഇത് വെറുമൊരു വീഡിയോ അല്ല, പ്രപഞ്ചവുമായുള്ള സംഭാഷണമാണ്. ഇനി നിങ്ങൾ ഒരാളെക്കുറിച്ച് മനസ്സറിഞ്ഞ് ചിന്തിച്ചാൽ അത് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഒരു കാര്യം ആഗ്രഹിച്ചാൽ പ്രപഞ്ചം അത് നിങ്ങളുടെ അടുത്തെത്തിക്കും. എന്നാൽ ഇതിനൊപ്പം ഒരു ഉത്തരവാദിത്തവുമുണ്ട്. ഇനി നിങ്ങൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും സംസാരിക്കുന്നതും യാഥാർത്ഥ്യമാകും. അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കണം. സംസാരിക്കുന്നതിൽ വെളിച്ചവും ചിന്തിക്കുന്നതിൽ സ്നേഹവും ചോദിക്കുന്നതിൽ എല്ലാവരുടെയും നന്മയും ഉണ്ടായിരിക്കണം. ഈ രഹസ്യ സന്ദേശം പ്രപഞ്ചത്തിന്റെ പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ്. മാറ്റങ്ങൾ ഇനി പെട്ടെന്നുണ്ടാകും. പ്രപഞ്ചത്തിന്റെ അദൃശ്യശക്തി നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുകയും സൂചനകളെക്കുറിച്ച് ജാഗരൂകരാവുകയും വേണം. നിങ്ങൾ വിശേഷപ്പെട്ട ഒരു ആത്മാവാണ്. ഈ സന്ദേശം ശുദ്ധമായ ഹൃദയമുള്ളവരിലേക്ക് മാത്രമേ എത്തൂ. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നേരിട്ടെത്തുന്നത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ആ ശക്തിയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് അവഗണിക്കുന്നത് നിങ്ങളിൽ നിന്ന് തന്നെ അകലുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണിത്. പ്രപഞ്ചം നിങ്ങളെ ചിലത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും വേദനയും പ്രപഞ്ചം അറിഞ്ഞിട്ടുണ്ട്. ഇനി അതിനുള്ള ഉത്തരം ലഭിക്കും. നിങ്ങൾ ശരിയായ പാതയിലാണ്. എന്നാൽ ചില പഴയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അളവറ്റ ശക്തിയുണ്ട്. എന്നാൽ നിങ്ങൾ സ്വയം അതിരുകളിൽ തളച്ചിട്ടിരിക്കുകയാണ്. ആ അതിരുകൾ തകർക്കാനുള്ള സമയമായി. നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രപഞ്ചവുമായി ചേർന്ന് വഴി കാണിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ മാറും. ചിലർ ജീവിതത്തിൽ നിന്ന് പോകും, പുതിയ ചിലർ വരും. പഴയ കഷ്ടപ്പാടുകൾക്ക് പകരം പുതിയ രൂപത്തിൽ നന്മകൾ തിരികെ ലഭിക്കും. നിങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം മുൻപ് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായിരുന്നതുകൊണ്ടാണ്. നിബന്ധനകളില്ലാതെ സ്നേഹിച്ചതുകൊണ്ടാണ്. പ്രപഞ്ചത്തിന് മറ്റുള്ളവരെ ഉണർത്താൻ നിങ്ങളെപ്പോലുള്ളവരെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ചിന്തകളെ കേൾക്കാനും നിങ്ങളെ സംരക്ഷിക്കാനും ഒരു ദിവ്യസംഘം ചുറ്റുമുണ്ട്. നിങ്ങളുടെ വേദനകളും തടസ്സങ്ങളും വെറുതെയല്ല, അത് നിങ്ങളെ ഇന്നത്തെ നിലയിൽ എത്തിക്കാനായിരുന്നു. ചിലർ നിങ്ങളെ തകർത്തു, ചിലർ പഠിപ്പിച്ചു, എന്നാൽ എല്ലാവരും നിങ്ങളെ ശക്തനാക്കി. ഇനി ഭയവും സംശയങ്ങളും ഉപേക്ഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ആത്മാവിന്റെ ശുദ്ധി ഈ സന്ദേശത്തെ ആകർഷിച്ചു. കഷ്ടപ്പാടുകൾക്ക് ശേഷം നിങ്ങളുടെ സമയം എത്തിയിരിക്കുന്നു. വർഷങ്ങളായി കാത്തിരുന്നത് ഇനി നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ എല്ലാവർക്കും കാണാൻ കഴിയില്ല. ലോകത്തിലെ വ്യാമോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഇത് കാണാനാകില്ല. നിങ്ങളിവിടെയുണ്ടെങ്കിൽ
നിങ്ങളുടെ ആത്മാവ് ഉണർന്നു കഴിഞ്ഞു. അദൃശ്യമായിരുന്ന അവസരങ്ങളും വഴിത്തിരിവുകളും ഇനി നിങ്ങളുടെ മുന്നിൽ തെളിയും. ഇപ്പോൾ ശാന്തമായ ഉള്ളിലേക്ക് നോക്കുക. കണ്ണുകൾ അടച്ച് 1 മിനിറ്റ് ഹൃദയത്തോട് പറയുക, ഞാൻ തയ്യാറാണ്, പ്രപഞ്ചം അയക്കുന്നത് ഞാൻ സ്വീകരിക്കുന്നു. ഈയൊരൊറ്റ വാചകം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് തുടക്കമിടും. മുമ്പ് അടഞ്ഞ വാതിലുകൾ ഇനി തുറക്കും. 11:44 തുടങ്ങിയ അക്കങ്ങൾ നിങ്ങളുടെ കണ്ണിൽ തുടർച്ചയായി പെടാം. ഒരു അദൃശ്യശക്തി കൂടെയുണ്ടെന്ന് അനുഭവപ്പെടും. പ്രപഞ്ചം ഏറ്റവും ശാന്തമായ, തകർന്ന, മൃദുവായ ആത്മാക്കളെയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം അവർക്ക് മാത്രമേ ലോകത്തിൽ യഥാർത്ഥ വെളിച്ചം വീശാൻ കഴിയൂ. ഇനി പുതിയ ജീവിതത്തെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. നിങ്ങളുടെ നിലച്ചുപോയ ഭാഗ്യം ഇനി വേഗത്തിൽ ചലിക്കും. നിങ്ങളുടെ വാക്കുകൾ സത്യമാകും, ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകും. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ നിമിഷത്തിൽ പ്രപഞ്ചത്തിന്റെ ഈ ഊർജ്ജത്തെ സ്വീകരിക്കുക. ഈ മാറ്റം നിങ്ങളെ വികസനത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ ശത്രുക്കളായി നിന്നവർ പോലും അവരുടെ തെറ്റുകൾ തിരുത്തി നിങ്ങളോട് മാപ്പു ചോദിക്കുന്ന സാഹചര്യമുണ്ടാകും. സാമ്പത്തികമായി വലിയ മാറ്റങ്ങൾ വരും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ അപ്രതീക്ഷിത ലാഭം ഉണ്ടാകും. എന്നാൽ ഈ ധനം നിങ്ങൾക്കായി മാത്രം ഉപയോഗിക്കാനല്ല, മറ്റുള്ളവരെ സഹായിക്കാനും വിശക്കുന്നവർക്ക് ഭക്ഷണവും രോഗികൾക്ക് മരുന്നും നൽകാനും കൂടിയാണ്. നൽകും തോറും പ്രപഞ്ചം നിങ്ങൾക്ക് തിരികെ നൽകും. ശരീരത്തിലെ ആരോഗ്യപ്രശ്നങ്ങളും രോഗങ്ങളും മാറി പുതിയ ഊർജ്ജം ലഭിക്കും. കുടുംബത്തിലും ബന്ധങ്ങളിലും ഉണ്ടായിരുന്ന അകൽച്ച മാറി സ്നേഹവും സമാധാനവും തിരികെ വരും. ഈ ആത്മീയ ഉണർവ് നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ പുണ്യങ്ങളുടെയും ഇപ്പോഴത്തെ സഹനത്തിന്റെയും ഫലമാണ്. നിങ്ങൾ ഇനി നിങ്ങൾക്കായി മാത്രമല്ല ജീവിക്കുന്നത്, ഇതൊരു ദൗത്യമാണ്. ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ലൈറ്റുകൾ അണച്ച് ഹൃദയചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു സ്വർണ്ണ വെളിച്ചം സങ്കൽപ്പിക്കുക. ഞാൻ ഉണർന്നവനാണ്, ഞാൻ പ്രപഞ്ചത്തിന്റെ വെളിച്ചമാണ്, എന്റെ ജീവിതം അനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് 3 തവണ പറയുക. രാവിലെ ഉണരുമ്പോൾ കൈപ്പത്തികൾ തിരുമ്മി കണ്ണിൽ വെച്ച് ഞാൻ പ്രപഞ്ചത്തിന്റെ വെളിച്ചമാണ്, എന്റെ ആത്മാവ് ഉണർന്നിരിക്കുന്നു എന്ന് പറയുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത നന്മകളും ലളിതമായ അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഇനി പഴയ ആളല്ല, പുതിയ ചിന്തയും പുതിയ മാറ്റങ്ങളുമായി ജീവിക്കുന്ന വ്യക്തിയാണ്. പ്രപഞ്ചത്തിന്റെ കൃപ നിങ്ങളോടൊപ്പമുണ്ട്.